വക്രദൃഷ്ടി തുടരുന്നു. വനിതാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വനിതാ പോലീസുകാർക്കായിരുന്നു. ജില്ലാ പോലീസ് മേധാവികളുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷൻ ചുമതലകൾ വനിതാ പോലീസുകാർ ഏറ്റെടുത്തത്. സ്റ്റേഷൻ പ്രവർത്തനം ഉറപ്പായും നന്നായിട്ടുണ്ടാകണം. ബഹുമാനപ്പെട്ട പോലീസ് മേധാവി ഇന്നത്തെ വനിതാ പോലീസുകാരുടെ പെർഫോമൻസ് വിലയിരുത്തിയിട്ട് നന്നെങ്കിൽ ഇതൊരു സ്ഥിരം സംവിധാനമാക്കണം. ഇന്ന് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് SHO ചാർജായിട്ട് വനിതകൾ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ളൊരു നിർദ്ദേശം ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി ഞങ്ങൾക്ക് തന്നാണ്. അത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കോ കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? അല്ല മേഡം പറഞ്ഞില്ലേ ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ? ഇടോ ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന് ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. മറ്റു കുട്ടികൾക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു, റോമിയോ പോയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ കടവന്തറ പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ രണ്ടു കൂട്ടരെയും പറഞ്ഞു വിളിച്ചു, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ഹലോ, വനിതാ പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പറഞ്ഞോളൂ. ഇവിടെ ടൗണിൽ ഭയങ്കര പ്രശ്നം നടക്കുക, വേഗം വരണം. എവിടെയാണ്? മാർക്കറ്റിന്റെ അടുത്താ. പിന്നെ വരുമ്പോഴേ ആ മുംതാസ് പോലീസിനെ കൂടെ ഒന്ന് കൊണ്ടുവരുമോ? വെച്ചിട്ട് പോടാ റാസ്കൽ. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. നിന്നെ പൊക്കാനേ എനിക്ക് അധികം സമയം വേണ്ട. വേണ്ടായിരുന്നു, ഇന്നും കൊള്ളമായി. വനിതാ ദിനത്തിൽ വനിതാ പോലീസുകാരെ കളിയാക്കിയതായി ദയവ് ചെയ്ത് കരുതരുത്. സ്ത്രീ പീഡകരെ കൈകാര്യം ചെയ്യാൻ വനിതാ പോലീസുകാർ തന്നെ വേണം. പ്രതികളെ ഇടിക്കാൻ പുരുഷ പോലീസുകാരെ സഹായികളാക്കിയാൽ മതി. വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം. പാലക്കാട്ട് 2 പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസിന് പിഴവ് പറ്റി എന്ന് മുഖ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. സാർവദേശീയ വനിതാ ദിനത്തിൽ പക്ഷേ ചർച്ചയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന സ്പീക്കറുടെ അഭ്യർത്ഥന കാറ്റിൽ പറന്നു. പതിവ് പോലെ ചർച്ച ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഗോഗോ വിളിയിൽ കലാശിച്ചു. എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരല്ലേ സാർ? ഇതാണോ ശരിയാക്കുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകളെ ശരിയാക്കുകയാണോ? കുട്ടികളെ ശരിയാക്കുകയാണോ? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ശരിയാക്കുകയാണോ സാർ ഈ സർക്കാരിന്റെ ജോലി? സാർ, ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ സാർ, ഇവിടെ ഒരു കുട്ടി മരിച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് മരണപ്പെട്ടതിന് ഒരു DGPയെ മാറ്റിയ ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു DGPയെ? സാർ, മറ്റൊന്ന് ചോദിക്കട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വളരെ ആവേശത്തോടെ പറഞ്ഞു, ആകാശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരിമേഘങ്ങളെ റഡാർ വെച്ച് കണ്ടുപിടിച്ച് രാസപ്രയോഗത്തിലൂടെ മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ പിച്ച് ചെയ്യുമ്പോ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന ശരിയാണോ സാർ? സെൻകുമാർ വാദിക്കുന്ന ഒരു വാദത്തിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് അദ്ദേഹം നടത്തുന്നതായി കണ്ടു. സാർ, അദ്ദേഹത്തെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ജിഷ കൊല ചെയ്യപ്പെട്ടത് കൊണ്ടല്ല. ജിഷ കൊല ചെയ്യപ്പെട്ടതിന് കൊലയാളിയാണ് ഉത്തരവാദി. അന്നത്തെ ഗവൺമെൻറ് ഉത്തരവാദിയാണെന്ന് ഞങ്ങളാരും വന്ന് പ്രചരിപ്പിച്ചിട്ടില്ല. ചിരിക്കേണ്ട വിഷയമാണോ? ചിരിക്കേണ്ട വിഷയമാണ്. ഇതാണ് ചിരിക്കേണ്ട വിഷയം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പ്ലീസ് സെൻകുമാറിനെ മാറ്റിയത് ജിഷ കൊല ചെയ്യപ്പെട്ടത് കൊണ്ടല്ല. പക്ഷേ സെൻകുമാർ DGP സ്ഥാനത്തിരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. സദാചാര പോലീസ് വീണ്ടും.
എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി.